എന്ന പെണ്ണിനെ വേറൊരുത്തരെ കൊണ്ട് കാശ് കൊടുത്ത് പ്രേമിപ്പിക്കാൻ നിൽക്കില്ലെന്ന് ഉറപ്പ്. അവൾ പറഞ്ഞത് എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലായിരുന്നില്ല ദീപ്തിക്ക്. പക്ഷെ അവളുടെ മുഖഭാവത്തിൽ നിന്നാണ് അതൊരു ഉറച്ച മനസ്സിൽ നിന്നുമുള്ളതാണെന്ന് അവൾ മനസ്സിലാക്കിയത്. നീ എന്ത് ഭ്രാന്തൊക്കെ ഈ പറയുന്നത്? നീ അത് കേട്ടിട്ട് എനിക്ക് നിനക്കൊരു പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. ദീപ്തിക്ക് ദേഷ്യം വന്നു. എനിക്ക് ഭ്രാന്താണെന്നാണോ ചേച്ചിക്ക് തോന്നിയത്? പക്ഷെ ഭ്രാന്ത് എനിക്കല്ല. നിങ്ങളൊക്കെ വിശ്വസ്തനായ വിവേകനാണ്. അയാൾക്ക് വലിയ മാനസിക രോഗമാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? വെറുതെ പറയുന്നതല്ല ചേച്ചി, ഇതിനൊക്കെ തെളിവുകളുണ്ട്. അനുവേട്ടൻ്റെ കയ്യിൽ അതിന് തെളിവുകളുണ്ട്. ഞാൻ കാണിച്ചു തരാം ചേച്ചിക്ക്. ആളോട് പറഞ്ഞിരുന്നു എന്നെ സ്നേഹിക്കണം എന്ന്, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കണം എന്ന്. വെറുതെ അല്ല, അതിന് കാശ് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അതും ഒന്നും രണ്ടുമൊന്നും അല്ല, ലക്ഷങ്ങളാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ചേച്ചിക്കൊന്നും അറിയില്ല. ഞാൻ ഇതിനു മുൻപേ അനുവേട്ടനോട് ഒരുപാട് വട്ടം എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്നത് റിജക്റ്റ് ചെയ്ത ആളാണ് വിവേകിൻ്റെ വാക്ക് കേട്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷെ എന്നോടുള്ള സംസാരത്തിൽ പോലും ഒരു ആർട്ടിഫിഷ്യൽ രീതി കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. ഞാനതൊരു വട്ടം അനുവേട്ടനോട് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. പിന്നെ എപ്പോഴും ആൾക്കെന്നെ ഇഷ്ടമായി തുടങ്ങി. ആ സമയത്താണ് കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറയുന്നത്. ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചതിന് ശേഷം ആൾ പിരിഞ്ഞു പോയതിനെ തുടർന്ന് ഒരു രക്ഷകനെ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിരുന്നു അയാളുടെ പ്ലാൻ. അതെന്തിനാ അവൻ അങ്ങനെ ചിന്തിക്കുന്നത്? ദീപ്തിക്ക് അത്ഭുതമായി. എനിക്കറിയില്ല ചേച്ചി. ചേച്ചിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അനുവേട്ടനെ വിളിച്ചു തരാം, ചോദിക്ക്. അല്ലെങ്കിൽ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ദിവസം അനുവേട്ടനെ കാണാൻ വേണ്ടി വാ. മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ കാണിച്ചു തരാം. നിനക്ക് ഒരിക്കലും ഇഷ്ടം തോന്നിയ ആളെ തന്നെ വിവേക് ഈ കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. അത് ഞാൻ വിശ്വസിക്കണോ? എൻ്റെ ചേച്ചി നമ്മുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞിരുന്നു എനിക്ക് അനുവേട്ടനെ ഇഷ്ടമാണെന്ന്. എൻ്റെ മനസ്സിൽ ആളുണ്ടെന്ന് കേട്ടിട്ടാണ് അയാൾ ചെന്ന് കാണുന്നത്. അയാൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മാർഗം തിരഞ്ഞെടുക്കില്ലായിരുന്നു. ഒന്നുകിൽ ആണുങ്ങളെ പോലെ മാന്യമായിട്ട് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയനെ, ഇല്ലെങ്കിൽ ഇക്കാര്യം നമ്മുടെ വീട്ടിൽ പറഞ്ഞേനെ. ഇത് രണ്ടും ചെയ്തില്ല. അതിനർത്ഥം എന്താ? എന്തോ കള്ളത്തരം ഉണ്ടെന്നല്ലേ? അല്ലെങ്കിൽ അയാൾ കണ്ണുവെക്കുന്നത് നമ്മുടെ സ്വത്തിലാണ്. എന്നെ വിവാഹം കഴിച്ചാൽ ഈ സ്വത്ത് മുഴുവൻ ലഭിക്കുമെന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളിക്ക് വേണ്ടി അയാൾ നിൽക്കുന്നത്. അമ്മായിക്കും മക്കൾക്കും ഒക്കെ സ്വർണത്തോടുള്ള ഭ്രമം ഞാൻ പ്രത്യേകിച്ച് ചേച്ചിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ട് ചേച്ചിയുടെയും വിവേകിൻ്റെയും കല്യാണം നടക്കാതിരുന്നത്? നിങ്ങൾ ഒരേ പ്രായക്കാരല്ലേ? എന്നിട്ടും ചേച്ചിക്ക് വേണ്ടി ആലോചിച്ചപ്പോൾ എന്തായിരുന്നു അമ്മായി പറഞ്ഞത്? അത് ശരിയാകില്ലെന്ന്. അമ്മയുടെ തറവാട് വിഹിതം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാശായി. ഇനിയിപ്പോൾ എന്നെ കെട്ടിച്ചു വിടുന്ന സമയത്ത് അത് ഉപയോഗിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഉറപ്പാണ് ഇതൊക്കെ അമ്മായിക്ക് അറിയാം. ദീപ്തിക്ക് സംശയം തോന്നി തുടങ്ങി. നീ എന്തേ ഈ പറയുന്നത്? വിവേക് അങ്ങനെ ചെയ്തെങ്കിലും അമ്മായി അതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരും ഒരു സ്ത്രീയല്ലേ. ഒരിക്കലും അവരിതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചേച്ചിയുടെ വെറും തെറ്റിദ്ധാരണയാണ്. ഓരോ വാർത്തകൾ ഓരോ ദിവസം കേൾക്കുന്നതല്ലേ ചേച്ചി? മറ്റൊരു വിസ്മയോ ഉത്രയോ ആയി ഞാൻ മാറുന്നത് ചേച്ചിക്ക് കാണണോ? സ്ത്രീധനത്തിൻ്റെയും പണത്തിൻ്റെയും തട്ടിൽ ഒരിക്കലും ബന്ധങ്ങളെ തൂക്കി നോക്കരുത്. ദീപ്തിയുടെ ഉള്ളം വിറച്ചു. നീ പറയുന്ന അനു നിന്നെ ഇതേ രീതിയിൽ തന്നെയാണ് സ്നേഹിച്ചതെന്ന് ഞാൻ പറയൂ. അല്ലെങ്കിൽ നിന്റെ സ്വത്തും പണവും കണ്ടിട്ടല്ലേ അവൻ നിന്നെ സ്നേഹിക്കുന്നത്? പണത്തിന് വേണ്ടി തന്നെയാണ് നിന്നെ സ്നേഹിക്കാമെന്ന് അഭിനയിച്ച ഒരുത്തനെ എന്ത് വിശ്വസിച്ചിട്ടാ ജീവിതത്തിൽ കൂടെ കൂട്ടാൻ നോക്കുന്നത്? അതിൻ്റെ അർത്ഥം കൂടി എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഇപ്പം ചേച്ചി ചോദിച്ചത് ന്യായമായ ചോദ്യമാണ്. ഒരാളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംശയം. ഒരു മനുഷ്യന് മോശക്കാരനായിരുന്നില്ല. അല്ലെങ്കിലും എല്ലാം തികഞ്ഞ മനുഷ്യർ ഈ ലോകത്തില്ലല്ലോ. പക്ഷെ വിവേകിനെ പോലെ പണത്തിനോട് ആർത്തിയുള്ള മനുഷ്യനല്ല. പണം ഉദ്ദേശിച്ചിട്ടല്ല. വിവേക് കൊടുക്കാമെന്ന് പറഞ്ഞ പണം പോലും അയാൾ വാങ്ങാൻ സമ്മതിച്ചത് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. അനന്തുവേട്ടൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. സ്വത്താണ് അനുവേട്ടൻ്റെ ലക്ഷ്യമെന്ന് ചേച്ചി കണ്ടുപിടിച്ചു തന്ന ആ നിമിഷം ഞാൻ വിശ്വസിക്കാം. എനിക്ക് എൻ്റെ ചേച്ചി ഇഷ്ടമാണ്. പക്ഷെ ചേച്ചി പറയുന്നത് സത്യസന്ധമായിരിക്കണം. നമുക്ക് മുൻപിൽ പകൽമാന്യന്മാരായി നടക്കുന്നവരെയാണ് ചേച്ചി സൂക്ഷിക്കേണ്ടത്. അനുവേട്ടനെ പോലുള്ളവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഇമേജ് കൊണ്ട് നടക്കേണ്ട ഭയവുമില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ നിൽക്കാൻ അവർ ശ്രമിക്കും. അനുവേട്ടൻ എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ടും വിശ്വസിക്കാവുന്ന ഒരാളാണ്. കുറച്ച് നാളുകൊണ്ട് എനിക്ക് മനസ്സിലായി. തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരുണ്ടോ ചേച്ചി? സാഹചര്യങ്ങളാണ് മനുഷ്യനെ തെറ്റുകളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വേദന നിറഞ്ഞൊരു ബാല്യമായിരുന്നു ആ മനുഷ്യൻ എന്നോട് പറയാനുണ്ടായിരുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ലാളന ഒരുപോലെ ലഭിക്കേണ്ട പ്രായത്തിൽ രണ്ടുപേരുടെയും ഇഷ്ടമില്ലാതെ വേദനയാണ് അദ്ദേഹത്തെ വരവേറ്റത്. അമ്മയും ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള സമരങ്ങളിലായിരുന്നു. അതിനുവേണ്ടി പലർക്കും കിടക്ക വിരിച്ച ആ സ്ത്രീയുടെ ജീവിതമായിരുന്നു ആ മനുഷ്യൻ കണ്ടത്. സ്നേഹം ലഭിക്കാതെ വന്നൊരാൾ താന്തോന്നിയായതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, ആ അമ്മയെ പോലും.
ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ അവർക്ക് മുന്നിൽ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഏതൊരു മനുഷ്യനും നന്നാവാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. നന്നാവാൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ നന്നാവും. പക്ഷെ അത് കൂടുതൽ നാശത്തിലേക്ക് കൂപ്പുകുത്തുകയുള്ളൂ. അതിലും എത്രയോ നല്ലതാണ് ഒരു കൈ കൊടുക്കുന്നത്. അതിനുവേണ്ടി നിന്റെ ജീവിതത്തിൽ ത്യാഗം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ഒരു ഉറപ്പിൽ അവൻ എന്തെങ്കിലും നന്നാകുമെന്ന് വിശ്വസിച്ച് ഞാനിതിന് സമ്മതിക്കണമെന്നാണോ നീ പറയുന്നത്? എന്നെങ്കിലും ഒരിക്കൽ നന്നാവുമെന്നല്ല ചേച്ചി. നിങ്ങളുടെയൊക്കെ മാന്യതയ്ക്ക് പറ്റുന്ന ഒരു പൊസിഷനിൽ ആ മനുഷ്യനായതിനു ശേഷം മാത്രം എനിക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ അതിനുമപ്പുറം സ്ത്രീധന കൊതിയന്മാരുടെ കൈകളിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കരുത്. അമ്മയുടെയും ചേച്ചിയുടെയും അച്ഛൻ്റെയും ഒന്നും ഇഷ്ടത്തിൻ്റെ അപ്പുറം ഞാൻ ഇറങ്ങിപ്പോവില്ല. നിങ്ങൾക്കാർക്ക് നാണക്കേട് വരുത്തിയ ഒരു ജീവിതം ഞാൻ സ്വന്തമാക്കില്ല. ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ വലതുഭാഗത്ത് അച്ഛൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ ആരും കൂടെയില്ലെങ്കിലും അച്ഛൻ എനിക്കൊപ്പം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഒരു നാണക്കേടുണ്ടാക്കി ഞാൻ പോവില്ല. പക്ഷെ ഞാൻ പറയുന്നത് ചേച്ചി മുൻവിധിയോടെയാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു വിസ്മയോ ഉത്രയോ ഞാനായിരിക്കും മാറാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ചാൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കും. പക്ഷേ അതൊന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്കറിയാവുന്ന ആളായതുകൊണ്ട് കൂടുതലൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല ചേച്ചി. വിവേകുമായുള്ള വിവാഹം ഏതായാലും ഉടൻ നടക്കില്ല. അവനെപ്പറ്റി നന്നായി അന്വേഷിക്കാതെ നിന്നെ അവൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കില്ല. നീ പറഞ്ഞ തെളിവുകൾ എനിക്കൊന്ന് കാണണം. അച്ഛനോട് സംസാരിക്കണം. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. പക്ഷെ അനന്തുവിൻ്റെ കാര്യം ഞാൻ സമ്മതിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. ദീപ്തിയുടെ സ്വരം ഉറച്ചതാണെങ്കിലും എവിടെയൊക്കെയോ പ്രതീക്ഷയില്ലാത്തൊരു പ്രതീക്ഷ അവളിൽ ബാക്കി കിടന്നു. ഒരു കാര്യം ചെയ്യാം, നിന്റെ കൂടെ ഞാനും വീട്ടിലേക്ക് വരാം. എന്നിട്ട് നാളെയോ മറ്റന്നാളോ അവനെ ഒന്ന് പോയി കാണാം. എന്നിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകളൊക്കെ എനിക്കൊന്ന് കാണണം. ദിവ്യയ്ക്ക് അല്പം ആശ്വാസം തോന്നി. ചേച്ചിക്ക് തെളിവുകൾ കാണുമ്പോൾ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും. സമ്മതിച്ചു. ഏതായാലും നീ റെഡി ആയിക്കോ, ഞാനും വരാം, ദീപ്തി പറഞ്ഞു. ഞാനൊരു ഫോൺ വിളിച്ചോട്ടെ? മടിയോടെ ദിവ്യ ചോദിച്ചു. അവനെ ആയിരിക്കും. ചേച്ചിക്ക് കാണണമെന്ന് പറയണ്ടേ? അതിനു വേണ്ടിയാണ്. എൻ്റെ മുന്നിൽ നിന്ന് വിളിക്കാം. ദിവ്യ നിഷ്കളങ്കയായി. ദീപ്തി ലോക്ക് മാറ്റി ഫോൺ ദിവ്യയ്ക്ക് നേരെ നീട്ടി. അവൾ പെട്ടെന്ന് നമ്പർ ഡയൽ ചെയ്തു. നമ്പറൊക്കെ കാണാപ്പാടമാണല്ലേ? ദിവ്യ ചിരിച്ചു കാണിച്ചു. അവളെ കൂർപ്പിച്ചു നോക്കി ദീപ്തി. 1-2 റിങ്ങിന് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത്. ട്രെയിനിൻ്റെ ചൂളം വിളി വ്യക്തമായി തന്നെ കേൾക്കാമായിരുന്നു. ഹലോ അനുവേട്ട, ഞാൻ ദിവ്യയാണ്. ഒരു നിമിഷം ദീപ്തിയുടെ മുഖത്ത് നീരസം നിറയുന്ന ദിവ്യ അറിഞ്ഞിരുന്നു. താൻ അവനെ അനുവേട്ട എന്ന് സംബോധന ചെയ്തതാണ് അവളുടെ നീരസത്തിന് കാരണമെന്നും അവൾക്ക് മനസ്സിലായി. ഇതേതാ നമ്പർ? അവൻ ചോദിക്കുന്നത് ചെറുതായി ദീപ്തിക്കും കേൾക്കാമായിരുന്നു. ഇത് ചേച്ചിയുടെ നമ്പറാണ്. ചേച്ചിയുടെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവാം. അപ്പോൾ കാണാൻ പറ്റുമെന്ന് ചേച്ചി ചോദിച്ചു. എന്തിനാ നിന്റെ ചേച്ചിക്ക് എന്നെ കണ്ടിട്ട്? ഞാൻ വിവേകിൻ്റെ കാര്യത്തെപ്പറ്റിയൊക്കെ ചേച്ചിയോട് പറഞ്ഞു. നന്നായി. പക്ഷെ ചേച്ചിക്ക് മുഴുവനായിട്ട് വിശ്വാസം വന്നിട്ടില്ല. അനുവേട്ടിനെ കണ്ട് സംസാരിച്ച വിശ്വാസം വരുമെന്നാ പറഞ്ഞത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ നാളെ അമ്പലത്തിൽ വരാമോ ചേച്ചിയെ കാണാൻ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിലും നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ഒന്ന് കാണണമെന്ന് ഓർത്തിരിക്കുക ഞാൻ. ചേച്ചിയെങ്കിൽ ചേച്ചി, ആരെങ്കിലും ഒരാളെ കണ്ട് നമ്മുടെ കാര്യത്തെപ്പറ്റി സംസാരിക്കണം. മറുപടി കേൾക്കെ ദേഷ്യം തോന്നിയെങ്കിലും ദീപ്തി സംയമനം പാലിച്ചു. നമ്മുടെ കാര്യമെന്ന അവൻ്റെ സംബോധന ദീപ്തിക്ക് ഇഷ്ടമായില്ലെന്ന് ദിവ്യയ്ക്ക് തോന്നി. ആനന്ദു ദിവ്യയെ വിവാഹം കഴിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല ദീപ്തിക്ക്. വിവേക് മോശക്കാരനാണെങ്കിൽ ആ ബന്ധം വേണ്ടെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷേ അനന്തുവിന് ദിവ്യയെ കൊടുക്കില്ല എന്നൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ദീപ്തി. മതി എന്നവൾ ആംഗ്യം കാണിച്ചു. അപ്പോൾ തന്നെ ദിവ്യ ഫോൺ വയ്ക്കുകയും ചെയ്തു. രണ്ടുപേരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് വന്നത്. ദിവ്യയുടെ മുഖത്തെ പ്രസന്നത അമ്മ ശ്രദ്ധിച്ചു. ദീപ്തി അമ്മയോട് ഒന്നും പറഞ്ഞിരുന്നില്ല. ദിവ്യ വന്നപ്പോൾ മുതൽ സന്തോഷത്തിലാണെന്നും അമ്മയ്ക്ക് തോന്നിയിരുന്നു. ദീപക്കിനോടുള്ള അവളുടെ വഴക്കും മറ്റും കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായിരുന്നു. ദീപ്തിയാകട്ടെ ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദിവ്യ ദീപ്തിയെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സ് മാറ്റിച്ചു എന്ന ഭയമായിരുന്നു അവരുടെ മനസ്സിൽ നിറയും. വിശ്വൻ വീട്ടിലുള്ളതുകൊണ്ട് മകളോടൊന്നും തുറന്നു ചോദിക്കാനും സാധിക്കുന്നില്ല. കണ്ണുകൾ കൊണ്ട് മകളോട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു അമ്മ. ഒന്നുമില്ലെന്ന് അവൾ കണ്ണടച്ച് കാണിച്ചു. വ്യക്തമായ തെളിവുകളോടെ എന്തെങ്കിലും അറിയാതെ വിവേകിനെക്കുറിച്ചുള്ള സംശയം അമ്മയോട് തുറന്നു പറയേണ്ട എന്ന് ദീപ്തി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ദിവ്യ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ കൊലക്കയറിലേക്ക് പറഞ്ഞു വിടുന്നത് പോലെയാണ് വിവേകുമായുള്ള ദിവ്യയുടെ വിവാഹമെന്ന് ദീപ്തിക്ക് ഉറപ്പായിരുന്നു. നീ ഇന്ന് പോകുന്നുണ്ടോ? വിശ്വനാഥൻ്റെ ചോദ്യമാണ് ദീപ്തി ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത്. ഇല്ലച്ചാ, ഞാൻ നാളെ വൈകിട്ടേ പോകുന്നുള്ളൂ. എങ്കിൽ പിന്നെ വേഷമൊക്കെ മാറ്, വന്നപാടെ ഇങ്ങനെ ഇരിക്കാതെ. അച്ഛാ. അതും പറഞ്ഞ് അകത്തേക്ക് പോയിരുന്നു അവൾ. ഒരു കോട്ടൺ നൈറ്റിയാണ് ഞങ്ങൾ വന്നപ്പോൾ കൊച്ചുമകന് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായിരുന്നു അമ്മ. എന്താടി, വന്നപ്പോൾ മുതൽ നിന്റെ മുഖം ഇങ്ങനെ കടന്നല കുത്തിയതുപോലെ? അവൾക്കാണെങ്കിൽ ആകെപ്പാടെ സന്തോഷം.
ഉടനെ വിടില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താ വന്നത്? ഒന്നുമില്ല. അവൾക്കിങ്ങി പോകണമെന്ന് പറഞ്ഞപ്പോൾ വന്നു. എനിക്ക് അവളെ അവിടെ പൂട്ടിയിടാനൊന്നും പറ്റില്ലല്ലോ. ഇങ്ങനെയൊന്നും അല്ലല്ലോ നീ പോകുമ്പോൾ പറഞ്ഞത്. ചേട്ടത്തിയും അനിയത്തിയും കൂടി എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. നീ അവളുടെ കൂടെ നിന്ന് എന്തെങ്കിലും വേണ്ടാതീനം കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ അമ്മയെ നീ കാണില്ല. സ്ഥിരം അമ്മമാരുടെ ആ ഡയലോഗ് പുറത്തിറക്കിയ അമ്മയുടെ വർത്തമാനം കേട്ടാൽ തോന്നും അവളുടെ കല്യാണം നടത്താൻ ഞാൻ കൂട്ടു നിൽക്കുകയാണെന്ന്. ഇതാദ്യം കണ്ടുപിടിച്ചത് തന്നെ ഞാനല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അമ്മയോട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് ദിവ്യയുടെ ഭാവിയാണ്. അനന്തുവാണെങ്കിലും ശരി, വിവേക് ആണെങ്കിലും ശരി, നന്നായി അന്വേഷിക്കാതെ നമ്മുടെ കൊച്ചിനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാൻ പാടില്ല. നീ എന്താ അങ്ങനെ പറഞ്ഞത്? വിവേകിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൾ എന്തോ പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മനസ്സ് മാറുന്ന പ്രായമാണോ ഇത്? അതൊന്നുമല്ല. വിവേക് ആണെങ്കിലും അവനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. പുറനാട്ടിലൊക്കെ ജീവിക്കുന്നതല്ലേ. നല്ല വ്യക്തമായി തന്നെ അവനെപ്പറ്റി അന്വേഷിക്കണം. നമ്മുടെ അമ്മായിയുടെ മോനാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ചക്കയോ മാങ്ങയോ ഒന്നും അല്ലല്ലോ തുന്നിച്ചു നോക്കാൻ. നമ്മുടെ കൊച്ചിൻ്റെ ജീവിതമാണ്. നന്നായി തിരക്കാതെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. എന്തൊക്കെയാ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്കെല്ലാം മനസ്സിലായി കഴിയുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞുതരാം. അതും പറഞ്ഞവൾ തിരികെ മുറിയിലേക്ക് പോയിരുന്നു. ദിവ്യ ഇപ്പോഴും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷം കണ്ടിരുന്നു. ഒരുപക്ഷെ താൻ ഒപ്പമുണ്ടെന്നൊരു വിശ്വാസമായിരിക്കും. ആ ഒരു വിശ്വാസം ഒരുപാട് നീണ്ടുപോകാൻ പാടില്ലെന്ന നിർബന്ധം ദീപ്തിക്കുണ്ടായിരുന്നു. അവൾക്ക് മനസ്സിലാകണം, താൻ ഒരിക്കലും അനന്തവുമായുള്ള അവളുടെ വിവാഹത്തിന് ഒപ്പം ഉണ്ടാവില്ലെന്ന്. അവൾ ദിവ്യയുടെ അരികിലേക്ക് ചെന്നിരുന്നു. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നീ എന്തിനെങ്ങനെ ഒരുപാട് സന്തോഷിക്കുന്നത്? ഞാനൊരിക്കലും നീയും അവനും തമ്മിലുള്ള വിവാഹത്തിന് നിനക്ക് കൂട്ടു നിൽക്കില്ല. അത് നീ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്കില്ല ചേച്ചി. ഒരാളെങ്കിലും വിവേകിനെ പറ്റിയുള്ള നേർചിത്രം അറിയണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. ചേച്ചി എൻ്റെ കൂടെ നിന്നാലും ഇല്ലെങ്കിലും ഞാൻ അനുവേട്ടനെ മാത്രമേ വിവാഹം കഴിക്കൂ. ആളെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല. ഉറച്ചതായിരുന്നു അവളുടെ മറുപടി. ദീപ്തിയിൽ ആ മറുപടി ഒരു ഭീതി നിറച്ചിരുന്നു. പിറ്റേന്ന് ദീപ്തിയായിരുന്നു ആദ്യം ഒരുങ്ങിയത്. അന്ന് വൈകിട്ട് അവൾ ഉറങ്ങിയില്ല എന്ന് പറയുന്നതാണ് സത്യം. വിവേകിനെ കുറിച്ചുള്ള തുറന്നു പറച്ചിൽ അവളിൽ ഒരു വലിയ ആഘാതം സൃഷ്ടിച്ചിരുന്നു. വിവേക് അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണ് വിശ്വസിച്ച് അവളെ അവൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്നത്? അമ്പലത്തിലേക്ക് ചെന്ന് നടയിൽ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ ദീപ്തിയുടെ മനസ്സിൽ വിവേകിനെ പറ്റി മോശമായി ഒന്നും അറിയരുതെന്ന പ്രാർത്ഥനയായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവനെ മാസങ്ങൾക്ക് ശേഷം കാണാൻ സാധിക്കുമല്ലോ എന്ന സന്തോഷമായിരുന്നു ദിവ്യയുടെ ഉള്ളിൽ. ആൽത്തറയുടെ ഭാഗത്തേക്ക് വന്നപ്പോഴേ കണ്ടിരുന്നു കരിനീല നിറത്തിലുള്ള മുണ്ടും അതിന് ചേരുന്ന ഷർട്ടുമൊക്കെ അണിഞ്ഞ് തങ്ങളെ നോക്കി നിൽക്കുന്ന ഒരുവനെ. മുഖത്ത് കട്ടിയുള്ള താടിരോമങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. വെട്ടാതെ അലസമായി കിടക്കുന്ന മുടിയിഴകൾ അവൻ്റെ മാനസിക പ്രയാസം വിളിച്ചു കാണിക്കുന്നുണ്ടായിരുന്നു. ഉറക്കം നഷ്ടപ്പെട്ട കണ്ണുകൾ അത് തന്നെ ഓർത്തുള്ള ആവലാതിയാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഒരു നിമിഷം ഓടിച്ചെന്ന് വാരി പുണരാൻ അവൾക്ക് തോന്നി. പരസ്പരം മിഴികൾ ഉടക്കിയപ്പോൾ ഒരു നിമിഷം രണ്ട് നയനങ്ങളും ഇണകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പരസ്പരം ആശയവിനിമയം ആരംഭിച്ചു. കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി, അല്ലേ?